ഇറാനുമായി ഈ ആഴ്ച ചർച്ച പുനരാരംഭിക്കുമെന്ന സൂചന നൽകുന്നുണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ചിലത് സംഭവിക്കാൻ സാധ്യതയെന്ന് ട്രംപ് പറയുന്നു. 24 മണിക്കൂറിനിടയിൽ ഹോർമൂസ് വഴി ഒരു കപ്പലും കടന്നു പോയിട്ടില്ല എന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം. അതേസമയം 90കൾക്കു ശേഷം ആദ്യമായി ഇസ്രായേലും ലെബനനും നേരിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അനുപമ ശ്രീദേവ് വിവരങ്ങളുമായി ചേർത്തുണ്ട്. അനുപമ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. എന്താണ് പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങൾ? ട്രംപിന്റെ ഈ പ്രതികരണം അത് ആശാവഹമാണ്. ട്രംപിന്റെ പ്രതികരണം ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞതായിരിക്കില്ല പിന്നീട് പറയുക. അപ്പൊ ഇതിൽ എത്ര കണ്ട് ആധികാരികതയുണ്ട്? മറ്റൊന്ന് ഇസ്രായേൽ ലെബനൻ ചർച്ചയാണ്, അതിന്റെ അപ്ഡേറ്റ് കൂടി. തീർച്ചയായും സേതു ഈ പറയുന്നത് പോലെ ആശങ്കയോടെയും ആശ്വാസത്തോടെയും കാണേണ്ട ഒരു പുതിയ റിപ്പോർട്ടാണ്, പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടാകുന്നത്. ഈ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകൾ പരാജയപ്പെട്ട ശേഷം, അതുപോലെ തന്നെ ഈ ഹോർമൂസിൽ അമേരിക്ക നാവിക ഉപരോധം പ്രഖ്യാപിച്ച ശേഷം, നാവിക ഉപരോധം 24 മണിക്കൂർ പിന്നിട്ട ശേഷം ഉണ്ടാകുന്ന ഈ ചർച്ചകൾ മുന്നോട്ട് തുടരുമെന്നുള്ളൊരു പ്രത്യാശാവഹമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ന്യൂയോർക്ക് പോസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗങ്ങളായിട്ട് പുറത്തു വരുന്നത്. അദ്ദേഹം പറയുന്നത് അടുത്ത 2 ദിവസം നിർണായകമാണ്. ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ ചർച്ചകളിലേക്ക്, 2ാം ഘട്ട ചർച്ചകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇനിയും ഉണ്ട് എന്നാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്നത്. നേരിട്ട് ഈ പറയുന്ന പോലെ അദ്ദേഹം തന്നെ, ഡൊണാൾഡ് ട്രംപ് നേരിട്ട് തന്നെ വ്യക്തമാക്കുന്നത് കൊണ്ട്, അറിയിക്കുന്ന ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ചർച്ചകൾക്കുള്ള സാധ്യത തുടരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു നിലവിൽ വ്യക്തമാക്കേണ്ടത്. ഈ ചർച്ചകൾ ഇസ്ലാമാബാദിൽ തന്നെ ആയിരിക്കുമെന്നുള്ളൊരു സൂചനയും നൽകുന്നുണ്ട്. മാധ്യമങ്ങളോട് ഇസ്ലാമാബാദിൽ തന്നെ തുടരുക, അടുത്ത 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഈ ചർച്ചകൾ തുടരുന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ലെങ്കിൽ തന്നെയും നേരത്തെ ഈ ഇസ്ലാമാബാദിലെ പരാജയപ്പെട്ട ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷം തന്നെ ഈ ചർച്ചകൾ തുടരാമെന്നാണ് ഇറാന്റെ നിലപാടെന്ന് ആവർത്തിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ AP അസോസിയേറ്റ് പ്രസിഡന്റ് അടക്കമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച, അതായത് നാളെ ചർച്ചകൾ ഇസ്ലാമാബാദിൽ വെച്ച് 2ാം ഘട്ട ചർച്ചകൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു തീയതിയോ സമയമോ ആരായിരിക്കും ഈ അടുത്ത ചർച്ചകളിലെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുക എന്നതോ ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ ആദ്യഘട്ട ചർച്ചകളിൽ നയിച്ചിരുന്നത്, അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിച്ചിരുന്നത് JD വാൻസ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ 2ാം ഘട്ട ചർച്ചകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ തീയതി അല്ലെങ്കിൽ സമയം ആരൊക്കെ ആയിരിക്കും നയിക്കുക എന്നത് സംബന്ധിച്ചൊരു അവ്യക്തത അല്ലെങ്കിൽ ഇതുവരെ സ്ഥിരീകരിക്കാത്ത ഒരു നിലയാണുള്ളത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ലെബനനിലെ ചർച്ചകളിലാണ്. വാഷിംഗ്ടൺ DC-യിലാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ മാർക്കോ റൂബിയോ മധ്യസ്ഥത വഹിച്ച ചർച്ചകൾ നടന്നത്. 1993 ശേഷം ലെബനനും ഇസ്രയേലും ആദ്യമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾ നടത്തുകയായിരുന്നു. ശരി, അപ്പൊ പശ്ചിമേഷ്യയിൽ നിന്ന് ആശ്വാസത്തിന്റെയും ആശങ്കയുടെയും വാർത്തകളൊക്കെ വരുന്നുണ്ട്.